പൊറോട്ടയുടെയും പാലപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനായ ഒരു ബീഫ് കറി ഉണ്ടാക്കാം. നല്ല കുറുകിയ ചാറൊക്കെ ആയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പെരുംജീരകം പൊട്ടിയ ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫും ചേർക്കാം. അതിലേക്ക് ധാരാളം ചെറിയുള്ളി, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മാഷ്ഡ് ആകുന്നൊരു പരുവാകുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. നന്നായി യോജിപ്പിച്ച ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് സ്ലോ കുക്ക് ചെയ്യാം. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ബീഫ് നന്നായി വന്ന ശേഷം അതിലേക്ക് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറുകിയിരിക്കും. പൊറോട്ടയുടെ മേലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കണം. അയ്യോ, എന്ത് ടേസ്റ്റാണെന്നറിയോ. ക്രിസ്മസിന് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു മെയിൻ സംഭവം അഡീഷൻ ആയിട്ടുണ്ടാവും. ഇത്തവണ ഈ ട്രെയിനാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് ഓസ്ട്രേലിയയിലുള്ള വിവിയൻ, റമോണ ആൻഡ് ഫാമിലി. അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. കുറേ നാൾ ഞാൻ ഇവിടെയൊക്കെ തപ്പി അങ്ങനെ കാണാതിരുന്നു. ലാസ്റ്റ് ഇയർ ഇവരെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ദേ കിടക്കുന്നു ഗിഫ്റ്റായിട്ട്. അപ്പോൾ എനിക്ക് അയച്ചു തന്നു. അപ്പം ഓൾ താങ്ക്സ് ടു വിവിയൻ ആൻഡ് റമോണ. എന്തൊക്കെയായി നിങ്ങളുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻസും പ്ലാൻസും ഒക്കെ?